ആധുനിക ഇന്ത്യയുടെ ദാർശനികനും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധി ഡിജിറ്റൽ ഇന്ത്യയുടെ പൈനിയർ, കമ്പ്യൂട്ടർ മാൻ ഓഫ് ഇന്ത്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. രാജ്യത്തെ IT, ടെലികോം മേഖലകളുടെ പിതാവായാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് രാജ്യത്ത് IT, ടെലികോം വിപ്ലവങ്ങൾക്ക് അടിത്തറയിട്ടത്. അദ്ദേഹം രാജ്യത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് നയിക്കുകയും യുവാക്കൾക്ക് പുതിയൊരു ദിശാബോധം നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ശക്തമായ യുവതലമുറയെ വാർത്തെടുക്കാൻ അദ്ദേഹം ഓരോ നിമിഷവും പ്രയത്നിച്ചു. ഉരുക്കു ഞരമ്പുകളും ഇരുമ്പ് പേശികളുമുള്ള യുവത്വമാണ് ഈ രാജ്യത്തെ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കുകയെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ രാജ്യത്തെ ലോകവുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു. 40ാം വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം 1984 മുതൽ 1989 വരെ സേവനമനുഷ്ഠിച്ചു. ശക്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായി വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18ആയി കുറച്ചു. രാഷ്ട്രീയത്തിലെ വാണിജ്യവത്കരണം തടയുന്നതിനും കൂറുമാറ്റം തടയുന്നതിനും അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് രാജീവ് ഗാന്ധി സ്വീകരിച്ച നടപടികൾ ചരിത്രപരമായിരുന്നു എന്നതിൽ സംശയമില്ല. ആധുനിക ചിന്താഗതികളും നിർണായക ശക്തിയുമുള്ള രാജീവ് ഗാന്ധി സാങ്കേതിക വിദ്യയിലൂടെ രാജ്യത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ദൃഢമായി വിശ്വസിച്ചു. ഇന്നത്തെ സ്മാർട്ട്ഫോൺ തലമുറയ്ക്ക് ഒരുപക്ഷെ ഇത് അത്ര അറിയാമായിരിക്കില്ല. പക്ഷെ അദ്ദേഹം പബ്ലിക് കോൾ ഓഫീസുകൾ PCOS പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. ഗ്രാമീണ നഗരപ്രദേശങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലും ടെലികമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ സ്ഥാപിച്ചു. അത്യാധുനിക ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനായി സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് സ്ഥാപിച്ചു. മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് MTNL 1986-ൽ രൂപീകരിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുന്നതിനായി യുവാക്കൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് പ്രധാന മേഖലകൾ എന്നിവയിൽ അവസരങ്ങൾ നൽകുന്നതിനായി മാനവ വിഭവശേഷി മന്ത്രാലയം എന്ന പേരിൽ ഒരു പുതിയ വകുപ്പ് സ്ഥാപിച്ചു. നിലവിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് മാനവ വിഭവശേഷി വകുപ്പ്. 1986-ൽ രാജീവ് ഗാന്ധി ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്തു. ഇത് സ്ത്രീകൾക്കും ദളിതർക്കും ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസത്തിൽ തുല്യ അവസരങ്ങൾ നൽകി. 1987-ൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കീം കൊണ്ടുവന്ന് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം പുതിയ ചരിത്രം രചിച്ചു. 1985-ൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOU ആരംഭിച്ച് വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അദ്ദേഹം പഞ്ചായത്ത് രാജ് നിയമം ശക്തിപ്പെടുത്തി. ഗ്രാമതലത്തിൽ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കാൻ 1989-ൽ 64ാം ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കമിട്ടു. ഇത് പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത നൽകാൻ സഹായിച്ചു. കൂടാതെ പഞ്ചായത്തുകൾക്ക് വിപുലമായ അധികാരങ്ങൾ നൽകുന്നതിനായി അദ്ദേഹം ത്രിതല സംവിധാനം കൊണ്ടുവന്നു. ഇതിന്റെ ഫലമായിട്ടാണ് PV നരസിംഹറാവു സർക്കാർ 1993-ൽ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകിയത്. വെറും 5 വർഷം മാത്രമാണ് അദ്ദേഹം രാജ്യം ഭരിച്ചതെങ്കിലും രാജ്യത്തിന്റെ ചരിത്രഗതി മാറ്റിയെഴുതിയ നേതാവായിരുന്നു രാജീവ് ഗാന്ധി. ആധുനിക ഇന്ത്യയുടെ ദാർശനികനായി രാജ്യാന്തര തലത്തിൽ രാജീവ് ഗാന്ധിയുടെ പേര് സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു.